ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. സോ നമ്മളിന്ന് നമ്മുടെ ഡിവിഷൻ റാങ്ക് പുഷ് ചെയ്യുന്ന പ്ലെയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഡിവിഷൻ റാങ്ക് പുഷിന് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫോർമേഷൻ, അതായത് ക്വിക്ക് കൗണ്ടർ ആയിക്കോട്ടെ ലോങ് ബോൾ കൗണ്ടർ ആയിക്കോട്ടെ, ഈ രണ്ട് പ്ലേയിങ് സ്റ്റൈലിന് പറ്റിയ ഫോർമേഷൻ റിവ്യൂ ആണ് ഗൈസ്. സോ ആ ഫോർമേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ എത്ര പേരിലേക്ക് എത്തുമെന്ന് അറിയില്ല, കാരണം പുതിയ ചാനലാണ്. അതുകൊണ്ട് തന്നെ എത്തുന്നവരൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഗൈസ്. സോ അതായത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ ഫോർമേഷൻ ഒട്ടുമിക്ക പ്ലേയേഴ്സിനും അറിയാവുന്ന ടൈപ്പ് ഫോർമേഷൻ തന്നെയാണ്. സോ നമുക്ക് ലോങ് ബോൾ ആയിക്കോട്ടെ ക്വിക്ക് കൗണ്ടർ ആയിക്കോട്ടെ, രണ്ട് പ്ലേയിങ് സ്റ്റൈലിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഫോർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഡിവിഷൻ റാങ്ക് പുഷിന് അറ്റാക്കിങ്ങിന് നല്ല രീതിക്കുള്ള അറ്റാക്കിങ്ങും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഡിഫൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു ഫോർമേഷനാണ് ഗൈസ്. അപ്പോൾ ഫോർമേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്, 4-1-2-3. നമ്മളുടെ 4-1-2-3 ആണ് ഫോർമേഷൻ. അപ്പം ലോങ് ബോൾ ആയിക്കോട്ടെ ക്വിക്ക് കൗണ്ടർ ആയിക്കോട്ടെ, രണ്ടും ഇതും പറ്റിയ ഫോർമേഷനാണ്. സോ ഇതൊരു കസ്റ്റം ഫോർമേഷനാണ്. കസ്റ്റം ചെയ്യേണ്ട രീതി, അതിൻ്റെ ഗ്രാഫും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പ്ലേയേഴ്സിനെ സെറ്റ് ചെയ്യേണ്ടത് അതും കൂടെ കാണിച്ചു തരുന്നൊരു ലെങ്തി ആയിട്ടുള്ള, അത്യാവശ്യം ലെങ്ത് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റുള്ള ഒരു നല്ല വീഡിയോ ആയിരിക്കും. നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഈ ഒരു ഫോർമേഷൻ യൂസ് ചെയ്തൊന്ന് കളിപ്പിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ഡിവിഷൻ റാങ്ക് പുഷിന് വർക്കാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ജസ്റ്റ് കമൻറ്റും കാര്യങ്ങളും ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് ഫോർമേഷൻ ബിൽഡൗട്ട് പോവാം. ഇതിൻ്റെ ഗ്രാഫും കാര്യങ്ങളും വരുന്നത് ഈ ഒരു ടൈപ്പാണ് ഗൈസ്. അതായത് ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക്, രണ്ട് സെൻറ്റർ ബാക്ക്, ഒരു DMF, രണ്ട് AMF, ഒരു SS, രണ്ട് CF. സോ രണ്ട് AMF ഉള്ളിടത്തിൽ നിങ്ങൾക്ക് ഒരു AMFനെ വേണമെങ്കിൽ CMF ആയിട്ടും യൂസ് ചെയ്യുന്നതിന് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഡിഫൻസ് കുറച്ചുകൂടെ വേണമെങ്കിൽ AMFന്, ഒരു AMFനെ നിങ്ങൾക്ക് CMFലോട്ട് കൺവേർട്ടും കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി പ്ലേയേഴ്സിൻ്റെ പ്ലേയിങ് സ്റ്റൈലും കാര്യങ്ങളും നിങ്ങൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ഗെയിം പ്ലേയിൽ ഓപ്പോണൻറ്റിൻ്റെ ഫോർമേഷനും എൻ്റെ ഫോർമേഷനും സെയിം, ഈ ഒരു 4-1-2-3 ടൈപ്പ് ഫോർമേഷനായിരുന്നു. സോ അതാണ് ഞാൻ പറഞ്ഞ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വെച്ചത്. എല്ലാ പ്ലേയേഴ്സും, ഒട്ടുമിക്ക പ്ലേയേഴ്സും ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഫോർമേഷൻ കൂടിയാണിത്. അപ്പോൾ നമുക്ക് ഗോൾ കീപ്പേഴ്സ് താഴെ നിന്ന് മുകളിലോട്ട് പോകാൻ, എന്തായാലും ഗോൾ കീപ്പറിന് തുടങ്ങാം. ഗോൾ കീപ്പർ നിങ്ങളുടെ ചോയ്സാണ്. ഒരു ഡിഫൻസീവ് ഗോൾ കീപ്പർ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. എൻ്റെ ഒഫൻസീവ് ഗോൾ കീപ്പറാണ്, നമ്മുടെ കസിയസ് ആണ് എൻ്റെ ഗോൾ കീപ്പർ, അറ്റാക്കിംഗ് ഗോൾ കീപ്പർ. പിന്നെ സെൻറ്റർ ബാക്ക്, ലെഫ്റ്റ് ബാക്ക് ഒക്കെ പോകുകയാണെങ്കിൽ ഒരു റൈറ്റ് ബാക്ക് കോസ്റ്റക്കോട്ട ഡിഫൻസീവ് ഫുൾ ബാക്കാണ്. ലെഫ്റ്റ് ബാക്ക് നമ്മുടെ സിൽവസ്ട്രയാണ്, അറ്റാക്കിംഗ് ഫുൾ ബാക്ക്. അതായത് നല്ല രീതിക്കുള്ള എഡ്ജർ ക്രോസിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ക്രോസും കാര്യങ്ങളും ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആയിട്ടുള്ള ലെഫ്റ്റ് ബാക്കിൻ്റെ അടുത്തുള്ള പ്ലെയറിന്, അതായത് സെൻറ്റർ ബാക്കിന് ഒരു ബിൽഡപ്പ് കാർഡാണ്. ഓക്കെ, നമ്മുടെ ബസ്റ്റോണിയുടെ ഒരു ബിൽഡപ്പ് കാർഡിനെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ അത് ശ്രദ്ധിച്ചാൽ മതി, ഒരു ബിൽഡപ്പിന് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു ഡിസ്ട്രോയർ, അതായത് ഒരു ഡിസ്ട്രോയർ പ്ലസ് ബിൽഡപ്പ് കോംബോ ആണ് നല്ലത്. സോ സെൻറ്റർ ബാക്ക് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ആങ്കർമാനായിട്ടുള്ള നമ്മുടെ റൈക്കാർഡിനെയാണ്. റൈക്കാർഡിനെ സെൻറ്റർ ബാക്കിലോട്ട് ട്രെയിനും കാര്യങ്ങളും പ്രോഗ്രഷനും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് അതിന് വേണ്ട ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തിട്ടാണ് കളിപ്പിക്കുന്നത്. സോ റൈക്കാർഡ് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. സോ എനിക്ക് നല്ല രീതിക്കുള്ള ഗെയിം പ്ലേ റൈക്കാർഡിൻ്റെ ഭാഗത്ത് നിന്ന് സെൻറ്റർ ബാക്കായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് റൈക്കാർഡ് അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ കന്നവാരോ അതുപോലെ തന്നെ ടോണി ആദംസിനൊക്കെ യൂസ് ചെയ്യാം. ഡിസ്ട്രോയർ ആണ് ഏറ്റവും നല്ലത്. പിന്നെ DMF ഏറ്റവും നല്ലത് ആങ്കർമാനായിട്ടുള്ള DMF ആണ്. സോ എൻ്റെ DMF എന്ന് പറയുന്നത് ഞാനൊരു ഡിസ്ട്രോയറിനാണ് യൂസ് ചെയ്യുന്നത്. സോ വിയേര ഒരു ഡിസ്ട്രോയർ കാർഡാണെങ്കിലും പുള്ളി ഒരു വെർത്തായിട്ടുള്ളൊരു DMF കാർഡാണ്. ഓക്കെ, നല്ല രീതിക്ക് ഇപ്പോൾ ഓപ്പണൻ്റ് വരികയാണെന്ന്, ഓപ്പണൻ്റ് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയൊക്കെ കളിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് തന്നെ പറയും, നിൻ്റെ വിയേരനെ ഒഴിവാക്കിയിട്ട് കളിക്കുക. കാരണം അത്രക്കും പവറായിട്ടുള്ള പഴയ ഓൾഡ് ഐക്കോണിക് കാർഡ്, ഓൾഡ് എപ്പിക് കാർഡ്, ഐക്കോണിക് അല്ല എപ്പിക് കാർഡാണെങ്കിൽ തന്നെ നല്ല രീതിക്ക് ഇപ്പോഴും ഒരു
ഓവർ പവേർഡ് ആയിട്ടുള്ളൊരു കാർഡാണ് ഈ വിയയുടെ കാർഡ്. സോ അതുകൊണ്ടാണ് ഞാൻ വിയരനെ യൂസ് ചെയ്യുന്നത്. പിന്നെ AMFിലോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ മെസ്സി, റോമിംഗ് ഫ്ലാങ്ക് ആയിട്ടുള്ളൊരു മെസ്സിയും, പിന്നെ നമ്മുടെ ഒരു പുതിയ പ്ലെയറാണ്, നമ്മുടെ ഹോൾ പ്ലെയറാണ് നിക്കോ പാസ് എന്ന് പറയുന്നത്. സോ പുള്ളിയുടെ റിവ്യൂ എങ്ങനെയുണ്ട്, പെർഫോമൻസും കാര്യങ്ങളും വേണ്ടിയിട്ടാണ് ഞാൻ ടീമിലിട്ടത്. സോ അതല്ല എൻ്റെ AMF എന്ന് പറയുന്നത് നമ്മളുടെ ക്രൈഫാണ്, ഹോൾ പ്ലെയർ ആയിട്ടുള്ള ക്രൈഫ്. ഓക്കെ. പിന്നെ SS പോവുകയാണെങ്കിൽ SS നിങ്ങൾക്ക് ഇവിടെ ചോയ്സ് ഉണ്ട് കേട്ടോ. AMFിൽ നിനക്ക് ക്രിയേറ്റീവ് പ്ലേ മേക്കർ, ഹോൾ പ്ലെയർ, ഈ 2 പ്ലേയിങ് സ്റ്റൈലുള്ള പ്ലേയേഴ്സിന് യൂസ് ചെയ്യുക. പിന്നെ കുറച്ച് സ്പീഡി ആയിട്ടുള്ള പ്ലേയേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ മെസ്സിക്ക് ഞാൻ അത്യാവശ്യം സ്പീഡ് ആക്സലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ റോമിംഗ് ഫ്ലാങ്ക് ആണെങ്കിൽ തന്നെ ഞാൻ അറ്റാക്കിങ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തിട്ടാണ് കളിക്കുന്നത്. സോ മെസ്സി നല്ല രീതിക്ക് കളിക്കുന്ന കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ SS പോവുകയാണെങ്കിൽ SS ഞാനിവിടെ ഒരു ഡീപ്പ് ലൈങ് ഫോർവേഡിനെയാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ സാൻറ്റോസിൻ്റെ നെയ്മർ, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ നെയ്മറാണ്. സോ നല്ലൊരു കാർഡ് തന്നെയാണ്, കാരണം ആക്സലറേഷൻ, സ്പീഡ് എല്ലാം അടങ്ങിയിട്ടുള്ളൊരു നല്ലൊരു കാർഡാണ്. സോ ഡീപ്പ് ലൈങ് ഫോർവേഡ് SS നല്ല പറ്റിയൊരു ടൈപ്പ് സ്റ്റൈലാണ്, പ്ലേയിങ് സ്റ്റൈലാണ്. കാരണം ഇറങ്ങി വരേണ്ട അടുത്ത് ഇറങ്ങി വരും, അറ്റാക്കിങ് സ്പീഡ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് അറ്റാക്കും കാര്യങ്ങളും കിട്ടുന്നൊരു ടൈപ്പ്. ഓക്കെ. അവിടെ നിങ്ങൾക്ക് ഹോൾ പ്ലെയറിനെ യൂസ് ചെയ്യുന്നതും കുഴപ്പമൊന്നുമില്ല. ക്രൈഫിനെയും വേണമെങ്കിൽ, ക്രൈഫൊക്കെ ഉണ്ടെങ്കിൽ ഹോൾ പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യാം, നമ്മുടെ ഗുള്ളിറ്റിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ CF 2 ഗോൾ പോച്ചേഴ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത് ഞാൻ. ലെവൻഡോസ്കി പിന്നെ ബാറ്റിസ്റ്റൂട്ടയാണ് എൻ്റെത് 2 ഗോൾ പോച്ചേഴ്സ്. നിങ്ങൾക്കൊരു ഫോക്സ് ഇൻ ദ ബോക്സ് യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ. അതിന് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും, ഈ ഒരു ഫോർമേഷൻ മാത്രം കിട്ടിയതുകൊണ്ട് കാര്യമല്ല, ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളുണ്ട്. സോ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ 2 ടൈപ്പ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളുണ്ട്. അതായത് അത് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്, അതായത് അറ്റാക്കിങ് 1ഉം 2ഉം ഒരു പ്ലെയറിന്. എൻ്റെ CB ഒരു ആങ്കർമാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഡിഫെൻസീവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾ ഡിസ്ട്രോയറിനെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ആ ഡിഫെൻസീവിന് പകരം നിങ്ങളുടെ CFന് ആങ്കറിങ്, ഏതെങ്കിലും ഒരു CFന് ആങ്കറിങ് കൊടുത്താൽ പുള്ളി വിങ്ങിലോട്ട് ഇറങ്ങി വരുന്ന ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ AMF, ഏതെങ്കിലും ഒരു AMFന് അറ്റാക്കിങ് കൊടുക്കാം. സോ റോമിംഗ് ഫ്ലാങ്ക് ആയതുകൊണ്ട് ഞാൻ മെസ്സിക്ക് അറ്റാക്കിങ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അറ്റാക്കിങ് കിട്ടും നല്ല രീതിക്ക്. പിന്നെ ഡിഫൻസ് 1ഉം 2ഉം ഞാൻ കൗണ്ടർ ടാർഗറ്റാണ് കൊടുത്തിട്ടുള്ളത് എൻ്റെ 2 CFന്. കാരണം അവർ 2 പേരും എനിക്ക് താഴോട്ട് ഇറങ്ങി വരണ്ട, അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അറ്റാക്കിങ്ങിന് വേണം, അതുകൊണ്ടാണ് ഞാൻ കൗണ്ടർ ടാർഗറ്റ് കൊടുത്തത്. സോ ഇതാണ് ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ. ഇനി സെക്കൻഡ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഡിഫൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഡിസ്ട്രോയർ ആയിട്ടുള്ള നിങ്ങളുടെ സെൻറ്റർ ബാക്കിന് ഡിഫെൻസീവ് കൊടുക്കുക. ഓക്കെ. പിന്നെ ആങ്കർമാനായിട്ടുള്ള നിങ്ങളുടെ DMFന് ഡീപ്പ് ലൈനും കൊടുക്കുക. ഒരു AMFന് അറ്റാക്കിങ് കൊടുക്കുക. പിന്നെ അടുത്ത ഡിഫൻസ് 2ന് നിങ്ങളുടെ ഓപ്പണൻറ്റിൻ്റെ പ്ലെയറിൻ്റെ സ്പീഡും കാര്യങ്ങളും മനസ്സിലാക്കി, അതായത് ഇപ്പോൾ നമ്മളാ ഡെംബലയുടെ ഷോർട്ട് ടൈം കാർഡാണെങ്കിൽ ഡെംബലേനെ മാൻ മാർക്കിങ് അല്ലെങ്കിൽ ടൈറ്റ് മാർക്കിങ് ഏതെങ്കിലും ഒന്ന് കൊടുത്ത് ആ ഒരു ടൈപ്പും കാര്യങ്ങളും ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളുടെ ഓപ്പണൻ്റ് മാനേജർ കപ്പലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാം തൂക്കിയേറും കാര്യങ്ങളും വരും. ഓക്കെ. ആ സമയത്ത് നിങ്ങൾ ആ പ്ലെയറിന്, നിങ്ങളുടെ ഓപ്പണൻറ്റിൻ്റെ CF പ്ലെയറിനെ നിങ്ങൾ ടൈറ്റ് മാർക്ക് അല്ല മാൻ മാർക്കിങ് ചെയ്താൽ ആ ഒരു തൂക്കിയേറിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ഇമ്പ്രൂവ്, അതായത് ആ എറിഞ്ഞാലും നിങ്ങൾക്ക് ഡിഫൻറ്റും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ആ ഒരു ടൈപ്പ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ, 2 ടൈപ്പ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനാണുള്ളത്. സോ ഫസ്റ്റ് വണ്ണാണ് കുറച്ചുകൂടി നല്ലത്, നിങ്ങൾക്ക് അറ്റാക്കും കാര്യങ്ങളും കിട്ടാനുള്ളത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗെയിം പ്ലേസും കാര്യങ്ങളും ഈ ഒരു ടൈപ്പ്, ഈ ഫോർമേഷൻ വെച്ചിട്ടുള്ള ഗെയിം പ്ലേ ആണ്. സോ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും അറ്റാക്കിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ AMFും അതുപോലെ തന്നെ SS ഒക്കെ നല്ല രീതിക്കുള്ള അറ്റാക്കും കാര്യങ്ങളും കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫെൻസിലോട്ട് ഓപ്പണൻറ്റിൻ്റെ അറ്റാക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ഡിഫെൻസിന് വേണ്ട സപ്പോർട്ടും AMF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങളും കാര്യങ്ങളും ജസ്റ്റ് കമൻറ്റും കാര്യങ്ങളും ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ എന്തായാലും മറ്റു ദിവസം കാണാം. സോ എത്ര പേരിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര പേർക്ക് ഈ ഒരു വീഡിയോ എത്തുന്നതെന്ന് അറിയില്ല. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ മറ്റു ദിവസം കാണാം. നിങ്ങൾ കമൻറ്റും കാര്യങ്ങളും ചെയ്തോളൂ, എങ്ങനത്തെ ടൈപ്പ് വീഡിയോ നിങ്ങൾക്ക് വേണം, അതായത് എന്ത് വീഡിയോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള എന്ത് വീഡിയോ വേണമെങ്കിലും കമൻറ്റ് ചെയ്തോളൂ. ഞാൻ എന്തായാലും ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം